ലിറിക്സ് തെറ്റി പാടിക്കഴിഞ്ഞാൽ അത് എഴുതിയ ആളോടുള്ള ഒരു ഇൻസൾട്ടാണ്. Art really healed you in this process? I would never say anyone is fully healed. എനിക്ക് എന്നും ഓൺ കോമ്പോസിഷൻ പാടി അറിയപ്പെടണം എന്നുള്ളതായിരുന്നു പണ്ടേ തുടങ്ങി. ഐ തിങ്ക് ഇന്ത്യ മ്യൂസിക് ഇനി സർവൈവ് ചെയ്യുള്ളൂ. എനിക്കിന്നും ഓർമ്മയുണ്ട് ഒരു മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും കാസറ്റ് കാണിച്ചത്. കാരണം അതിന്റെ പുറകിൽ ചിത്ര ചേച്ചിയുടെ പടം തൊട്ട് താഴെ ഉണ്ട്. ശങ്കമഹാദേവൻ, ഇളയരാജ ഇവര് പടം പറ്റി പാടി. അതാ പറഞ്ഞ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. നമ്മളൊരു കവർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അവർ വേർഷൻ ഓഫ് ദാറ്റ് സോങ് അല്ലേ. വാനത്തിൽ നീ വെണ്ണില ഏക്കത്തിൽ ഞാൻ தெரிவதா இப்பொழுது என்னோடு வந்தால் என ஊர் பார்க்க ஒன்றாக சென்றால் என. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രഞ്ജിനി ജോസാണ്. രഞ്ജിനി ജോസിനെ ഞാൻ ആദ്യം കാണുന്നത് ദൂരദർശനിലെ ചാനലിലാണ്. അറൗണ്ട് 1999-2000. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു അന്ന്. ഐ മീൻ ദ വേ ഷി വാസ് സിംഗിങ്, ദ വേ ഷി വാസ് പ്രസൻറ്റിങ് ഹെർ സെൽഫ്, ഇതെല്ലാം നമുക്കിങ്ങനെ ഇറ്റ് വാസ് സംബഡി ഹൂം വി കുഡ് ലുക്ക് അപ്പ് ഓൺ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 25 വർഷത്തോളമായി. 25 വർഷത്തിൽ നമ്മൾ രഞ്ജിനി ജോസിനെ സിനിമയിൽ കണ്ടു, ഒരുപാട് പാട്ടുകൾ കേട്ടു. ഇപ്പോൾ ഷി വാസ് സെയിങ് ദാറ്റ് ഷീ ഹാസ് സ്റ്റാർട്ടഡ് ഡബിങ് ഓഫ് വെബ് സീരീസസ് ലൈക്ക് ബൻഡിഷ് ബാൻഡിറ്റ്സ് ആൻഡ് ഓൾ. സോ ഈ 25 ഇയേഴ്സിൻ്റെ സംഗീത സാന്ദ്രമായ രഞ്ജിനി ജോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ഹായ് രഞ്ജിനി. താങ്ക് യു സോ മച്ച് അഞ്ജന. ഒരു എന്താ പറഞ്ഞ വെൽ വെയിറ്റഡ് ഇന്റർവ്യൂ പോലത്തെ ഒരു അവസ്ഥ. അഞ്ജന വിളിച്ചപ്പോൾ തന്നെ I'm so glad that we are sitting like this here. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് ഇപ്പോൾ കൊടുക്കാറില്ല. ബിക്കോസ് പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ 25 ഇയേഴ്സ് ആയോ, ഇത്ര വർഷമായോ കാണാൻ തുടങ്ങിയിട്ട് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. എനിക്ക് സർപ്രൈസിങ്. How has been life so far? Can't complain at all. God has been very good. I'm very grateful first for my parents. അവരെന്തോ മുജന്മ സുഹൃതമാണ് അവർ രണ്ടുപേരും. മൈ എന്താ സ്ട്രോങ് പില്ലേഴ്സ് ഓഫ് സപ്പോർട്ട്. പിന്നെ 25 കൊല്ലം ലാസ്റ്റ് ചെയ്യുക. കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഇറ്റ് ഹിറ്റ് മീ, അയ്യോ ഇത്ര കൊല്ലായില്ലേ എന്നുള്ളത്. അതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ നേരത്താണല്ലോ എല്ലാവരും ഇൻട്രസ്പെക്ട് ചെയ്തൊരു സമയം ഇരുന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ ഐ കുഡ് ഇമ്മീഡിയറ്റ്ലി ഗെറ്റ് ബാക്ക് ടു വർക്ക്. അത് കഴിഞ്ഞിട്ടും കുറേ ടൂറൊക്കെ ചെയ്തു. എവറിഥിങ് ഈസ് ഗോയിങ് ഫൈൻ. I started bringing out my own album and my Yeah, tell us about your latest song endeavors. ഇപ്പൊ ഇറങ്ങിയ സിംഗിൾ എന്ന് പറയാലോ അല്ലേ? സിംഗിൾ ആയിട്ടാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അത് മെറ്റമോഫ് എന്ന് പറഞ്ഞ എന്റെ ആൽബത്തിലത്തെ ആദ്യത്തെ പാട്ടാണ്. ഇനിയൊരു 5 പാട്ടും കൂടെ ഉണ്ട്. മെറ്റമോഫിനെ പറ്റി പറയോ? മെറ്റമോഫ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം അറിയണവർക്ക് അറിയാം. മെറ്റമോഫസിസ്, അതായത് ഇതുവരെ എല്ലാവരും കണ്ടിരിക്കുന്നത് ഒരു പ്ലേ ബാക്ക് സിംഗർ രഞ്ജിനി ജോസ് എന്നുള്ളത്. അത് രഞ്ജിനി ജോസ് എന്ന് പോലും ആൾക്കാർ പറയാല്ല, രഞ്ജിനി എന്നാണ് പറയണത്. പക്ഷെ ആക്ച്വലി രഞ്ജിനി അല്ല, രഞ്ജിനിയാണ്. അതും കൊണ്ടുണ്ടായിരിക്കണ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇരിക്കട്ടെ, ഞാൻ ഫൈനലി എനിക്ക് എന്നും ഓൺ കോമ്പോസിഷൻ പാടി അറിയപ്പെടണം എന്നുള്ളതായിരുന്നു പണ്ടേ തുടങ്ങി. പിന്നെ അത്യാവശ്യം കുറച്ച് ലേസിയുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ടോസ് ആൻഡ് ഗിഗ്സ് എന്ന് പറയുന്നത് കീപ്സ് മീ ഓക്യുപ്പൈഡ് ഓൾ ദ ടൈം. അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റായി. പക്ഷെ RJ ദ ബാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ താഴെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ പ്രൊഡ്യൂസർ ചാൾസ് നസ്രത്ത്, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് മ്യൂസിഷ്യൻസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഒറിജിനൽസിൽ മാത്രമാണ്. അപ്പം മെറ്റമോഫ് എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ആൽബമാണ്, ഒഫീഷ്യൽ ആൽബം. അതിലത്തെ ആദ്യത്തെ പാട്ടാണ് ഹ്യൂസ്. So I saw you writing that it's like the wholesome about your life. ഞാൻ എന്താണോ പിന്നണി ഗായിക അല്ലാത്ത രഞ്ജിനി എന്താണോ, എൻ്റെ ആഗ്രഹങ്ങൾ ഏത് ടൈപ്പ് മ്യൂസിക് ആണോ അതൊക്കെ അപ്പോൾ ഞാൻ തന്നെ എഴുതുന്നത്. അപ്പോൾ ഇറ്റ് ഗിവ്സ് എ പേഴ്സണൽ ടച്ച്. ഐ എം ഗോയിങ് ടു ബി ജസ്റ്റ് ദ വേ ഐ ആം. അത്രേ ഉള്ളൂ. ആ സിംഗിളിന് ഉള്ള ഫസ്റ്റ് ഒരു വരി, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു? വൈ നോട്ട്. അപ്പോൾ ഹ്യൂസ് എന്ന് പറഞ്ഞാൽ I have attributed that entire experience of me in this field or probably personal life ഉള്ളതൊക്കെ ഓരോ നിറത്തിനോട് ആട്രിബ്യൂട്ട് ചെയ്താണ് യൂസ്. I see the red, the fiery flame burning through the hurt, leaving me the same. Try to paint my love in shades of gold, but they always fade, leave me cold. But I'm standing strong,
not a shade of gray. I won't lose myself, come what may, come what may. Every scar I've got, a brush of art, telling the story, the hues of my heart. Very nice. So this is red. Yeah. So will there be a white, blue, green? എല്ലാം ഉണ്ട്. റെഡ് ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് there's a purple hue, there's green, there's white. Okay, very beautiful. I think it's very empowering. It's very empowering. കുറച്ച് കഴിയുമ്പോഴത്തേക്കും through the song and the best part about the song is ഞങ്ങൾ ഇതിനൊരു ബ്രിഡ്ജ് കണ്ടുപിടിക്കാനിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ ഞാൻ എഴുതിയതിന് ഈണയിടലാണ് സാധാരണ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ് കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാൾസ് പറഞ്ഞു, ചേച്ചി ഇത് ഇപ്പോൾ ഇവിടെ ലിറിക്സ് വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ബ്രിഡ്ജ് കുറേ സമയം എടുത്തു. അവസാനം പറഞ്ഞു, he said, do you have anything vulnerable? Like, എന്താ ചേച്ചിക്ക് ഏതെങ്കിലും ഒരു വൾണറബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റിലിരിക്കുമ്പോൾ പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. സോ I was taking therapy. എല്ലാവർക്കും തെറപ്പി വേണം. We all need therapy. We need someone to talk to. My therapist was there last year, ആനി എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ വളരെ വൾണറബിൾ ആയിട്ടുള്ള സമയത്ത് കരഞ്ഞുകൊണ്ട് അയച്ച വോയിസ് നോട്ട്സ് ഒക്കെ ഐ ബിലീവ് ചാൾസ് വിത്ത് മൈ ലൈഫ്. സോ ഐ ജസ്റ്റ് സെൻഡ് ഇറ്റ് ടു ഹിം. അവനയച്ചാൽ അവനത് പ്ലേസ് ചെയ്തിരിക്കുന്നു. കുറേ പേര് വിചാരിച്ചു ഞാൻ റീ റെക്കോർഡ് ചെയ്തു. അതെ, ഒറിജിനൽ വോയിസ് നോട്ട്സ് ആണ് അതിൻ്റെ ബ്രിഡ്ജ്, അല്ലാണ്ട് ആരൊന്നും പാടിയിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ റിയൽ സെൽഫ് എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ്. That's really beautiful. So, is it like a catharsis? You actually put out yourself, your life, everything through the single. അതിലൊക്കെ അറിയുന്നതുണ്ട്. ലാസ്റ്റ് ആ പാട്ട് എൻഡ് ചെയ്യണതും അങ്ങനെയാണ്. I've gone through so much, but I've come out of it. So art really healed you in this process. I would never say anyone is fully healed. കാരണം നമ്മൾ ഒന്ന് ഹീൽ ചെയ്ത് എണീക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത് നമ്മളുടെ ഡിസിഷൻസിനും കൂടെ ബേസ് ചെയ്തിരിക്കും. പിന്നെ ലൈഫാണ്, ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഐ എം ഓൺ ദ പ്രോസസ്. But this helped you a lot, right? This is going to help me. This has started helping me. കുറേയൊക്കെ നമ്മൾ പെൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അങ്ങനെ കുറേ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും എടുത്ത് പാട്ടാക്കാൻ പറ്റില്ല. ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴൊക്കെ ചില നേരത്ത് അത് എനിക്ക് പെട്ടെന്ന് എഴുതാനും പറ്റുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ മണിക്കൂറുകളോളൊന്നുമില്ല. കാരണം ഞാൻ എഴുത്തുകാരിയൊന്നുമില്ല. I just pen down what I feel. So tell me, like, you know multiple languages and you have sung in multiple languages. So how's your relationship with languages? So now you write in English? അതെ, I write in English. ഞാനൊരു തമിഴ് എഴുതി, ഇപ്പോൾ ഒരു ഹിന്ദി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, മലയാളം എഴുതി 2 എണ്ണം. അപ്പോൾ എനിക്ക് ഒരിക്കലും അത് എനിക്ക് തോന്നുന്നത് നല്ല ഒരു ക്വസ്റ്റ്യനാണ് അഞ്ജന, ആരും ചോദിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ലാംഗ്വേജസ് ആയിരുന്നു. അപ്പോൾ ഐ നോ ക്വൈറ്റ് എ ഫ്യൂ ലാംഗ്വേജസ്. അത് ഏത് സംസാരിക്കുമ്പോഴും ആ രീതിക്ക് സംസാരിക്കണം എന്നുള്ളത് എനിക്ക് ഒന്നിൻ്റെയും ഛായ അപ്പുറത്തേക്ക് വരുന്ന എനിക്കിഷ്ടം. മദർ ടങ് ഇൻഫ്ലുവൻസ് ഇല്ലാതെ, മദർ ടങ് ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട്. അപ്പോൾ കാരണം വീട്ടിൽ സംസാരിക്കുന്ന തമിഴാണ്, അമ്മ തമിഴാണല്ലോ. അപ്പോൾ വീട്ടിൽ അയ്യർ തമിഴാണ് സംസാരിക്കുക, അച്ഛനോട് മലയാളവും, രണ്ടിൻ്റെ ഇടയിൽ കുറേ ഇംഗ്ലീഷും ഉണ്ട്. ബിക്കോസ് ആദ്യം പഠിച്ച ലാംഗ്വേജ് അതായിരുന്നു. ഞാൻ ചെന്നൈയിലുള്ളതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇംഗ്ലീഷ് സ്പീക്ക്, എല്ലാവരും വേറെ വേറെ കമ്മ്യൂണിറ്റി എന്നുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ അങ്ങനെ അതായത് പിന്നെ വീട്ടിൽ അമ്മയോട് തമിഴ്. പക്ഷെ ശരിക്കും മലയാളം പഠിച്ചത് കേരളത്തിലേക്ക് വന്ന പിന്നെയാണ്. അതിലും എക്സൽ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയാണ് എന്തും എനിക്ക് ഇഷ്ടമാണ്. ഹിന്ദി ആൽബം, റൈറ്റ്? ഹിന്ദി മ്യൂസിക്. അത് കോയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഗേൾ ബാൻഡ് ആയിരുന്നു. അതിൽ സൈനോറ ഉണ്ടായിരുന്നു, സൗമ്യ ഉണ്ടായിരുന്നു, വിനുത എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ബട്ട് എല്ലാം പതുക്കെ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ഇൻ ആർ ഫേവർ. അത് ഹിന്ദിയിൽ ചെയ്തതിന് ഒരു നാഷണൽ ലെവലിലേക്ക് പോകാനായിരുന്നു. ബട്ട് ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് ഓൾ ദാറ്റ് എല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ നിർത്തി. കുറച്ചു കാലം അത് ഏഷ്യനെറ്റിലൊരു പ്രോഗ്രാമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫോർ അസ് ഓൾ, ബി ഇറ്റ് സായ, ബി ഇറ്റ് മീ, ബി ഇറ്റ് സൗമ്യ, വി ഓൾ made our songs and I'm happy because of that. Vindu ചേച്ചി ചെന്നൈയിൽ ഒരുപാട് നല്ല പാട്ടുകൾ പാടി. So usually നമ്മളെപ്പോഴും മ്യൂസീഷ്യൻസ്, മ്യൂസിക് കമ്പോസേഴ്സ് ആണെങ്കിലും മ്യൂസീഷ്യൻസ് ആണെങ്കിലും പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ മ്യൂസീഷ്യൻസ് ആണെങ്കിലും we see men coming out with singles more, but of late we have been seeing like very empowering factor that like women are actually, you know, ഡെയറിങ് ടു ഡു ദാറ്റ് സ്റ്റെപ്പ്. നമ്മളെപ്പോഴും ഇങ്ങനെ ഒന്ന് വിചാരിക്കുമല്ലോ, അയ്യോ വേണ്ട, ഏറ്റവും ഈസി ആയിട്ടുള്ള കംഫർട്ട് പ്ലേസ്. അതിനപ്പുറത്തേക്ക് ഇപ്പം ഈ പറഞ്ഞ പേരുകളിലുള്ള സൗമ്യയാണെങ്കിലും ഷൈനോരയാണെങ്കിലും ഒക്കെ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. സോ ടെൽ മി ദാറ്റ് ആ ഒരു ഏരിയ, ഇസ് ഇറ്റ് ആഫ്റ്റർ ദ കോവിഡ് ഓർ ബിഫോർ ദ കോവിഡ്? ആ ഒരു പ്രോസസ്സ് എപ്പോഴായിരിക്കും? എങ്ങനെയാണ് നമ്മളൊരു വെറുതെ ഹൈറ്റൻ ആയതല്ലേ?
എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് കോവിഡ് സമയം തന്നെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അതിന് മുമ്പാണെങ്കിലും ഗൗരി പാട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. സയനമേ വാസ് ഇൻ ബിറ്റ്വീൻ കോവിഡ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ കുറെ സിംഗിൾസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ ഇടയിലും 3-4 വീട്ടിലെ കൺഫൈൻസിലാണെങ്കിലും പുറത്താണെങ്കിലും എനിക്ക് ഇഷ്ടമായിരുന്നു ചെയ്യാനായിട്ട്. പക്ഷെ എല്ലാവരും കൂടുതൽ കവേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കവേഴ്സ് നിർത്തി എല്ലാവരും കോൺസെൻട്രേറ്റിംഗ് ഓൺ ഒറിജിനൽസ്. കഴിഞ്ഞ വിഷുവിന് ഈ കഴിഞ്ഞ വിഷു അല്ല, അതിന് മുന്നത്തെ വർഷം റഹ്മാൻ സാറിനെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി ഫോർ ഏഷ്യനെറ്റ്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റഹ്മാൻ സാർ ലാസ്റ്റ് മൈക്ക് ഊരി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, കീപ് ഡൂയിങ് ഒറിജിനൽ മ്യൂസിക് രഞ്ജിനി. അപ്പോൾ വെൻ സമൺ ലൈക്ക് ഹിം, അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ വി ആർ മോർ എംപവേർഡ് അല്ലേ ചെയ്യാനായിട്ട്. എനിക്ക് എന്നും ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ 2004 2 ഒറിജിനൽസ് ഇറക്കിയിട്ടുണ്ട്. വൺ വിത്ത് ഷാൻ റഹ്മാൻ കോൾ ഫോളിങ് ആൻഡ് വൺ വിത്ത് അത് അങ്ങനെ 2 ഉണ്ടായിരുന്നു ആ നേരത്ത്. അവരുടെ കൂടെ തന്നെ ഞാൻ ഓന്നിലാവി എന്ന് പറഞ്ഞൊരു പാട്ടും ഉണ്ടായിരുന്നു. ഐ വാസ് ഫീച്ചേർഡ് ഇൻ ഹിസ് ഏർലിയർ ബാൻഡ്. സോ അതൊക്കെ ആ നേരത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഏഷ്യനെറ്റ് ഇതിലൊക്കെയാണ് വരിക, പ്ലസിലൊക്കെ ആയിരുന്നു വരുന്നത്. യൂട്യൂബ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇപ്പോഴല്ലേ വന്നിരിക്കണേ. അവിടെ we have this enough choice to create our own platforms. എല്ലാവർക്കും ഇപ്പൊ ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഒരു ചാനൽ തുടങ്ങാം. So let's go back to your playback singing in cinema space, like you know, from 1999 എന്തെങ്കിലും പാടിയിട്ടുണ്ടായിരുന്നോ? അതോ വിൽ കോൾ ലൈക്ക് മേലെ വരത്തെ മലക കുട്ടികൾ? 1999 പാടിയത്. അതിന്റെ കെസറ്റ് ഇറങ്ങിയപ്പോ 2000 ആയി. അപ്പൊ ആ നേരത്തെ ഞാൻ മോഡൽ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുക 12th. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഒരു മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും കാസറ്റ് കാണിച്ചത്. കാരണം അതിന്റെ പുറകിൽ ചിത്ര ചേച്ചിയുടെ പടം തൊട്ട് താഴെ. How was it to sing അന്നത്തെ സമയത്ത്? യു ലൈക്ക് യു നോ +2 മോഡൽ എക്സാം. പ്ലസ് ടു അപ്പൊ +2 സ്റ്റാർട്ടിങ്ങിലോ എങ്ങാണ്ട് പാടിയത് ആ ചേത്തനയിലായിരുന്നു, തൃശ്ശൂര്. ബേണി ഇഗ്നേഷ്യസ് സാറിന്റെ പാട്ടാണ്. തുളസിദാസ് അങ്കിൾ ഡയറക്ട് ചെയ്ത മേലെ വരത്തെ മല കുട്ടികളിൽ. ചേച്ചിയുടെ കൂടെ അല്ല പാടിയ, അഭിരാമി 2 ലൈൻ അതിൽ പാടിയിട്ടുണ്ട്, ആക്ടർ. അപ്പൊ അഭിരാമിയും ഞാനും ഒരു ദിവസമായിരുന്നു റെക്കോർഡ് ചെയ്തത്. ചേച്ചിയുടെ പിന്നെയാണ്. പിന്നെ അതില് സന്തോഷ് കേശവ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനും കൂടെ പാടിയിട്ടുണ്ട്. സന്തോഷ് കേശവ് sang a lot of songs. ചേട്ടനും കൂടെ അതിൽ പാടിയിട്ടുണ്ട്. ബട്ട് വാട്ട് എവർ, ആദ്യത്തെ പാട്ട് ചേച്ചിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റാണ്. ശരിക്കും അത് എങ്ങനെയാന്ന് അത് പാടാനുണ്ടായ കാരണം? ലൈക്ക് യു ഹാവ് ബീൻ ഡാഡി വാസ് ഫ്രണ്ട്സ് വിത്ത് തുളസി അങ്കിൾ ബിക്കോസ് ഡാഡി വാസ് എ പ്രൊഡ്യൂസർ കുറെ കാലം. അപ്പൊ അദ്ദേഹത്തിന് കുറെ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ തുളസി അങ്കിൾ ഇറ്റ് സീംസ് എന്നെ എന്താ പറഞ്ഞ ആക്ട് ചെയ്യാനായിട്ടാണ് വിളിച്ചത്, വൺ ഓഫ് ദ കുട്ടികളായിട്ട് അതിൽ. അപ്പോൾ ഡാഡി പറഞ്ഞു അവൾക്ക് അഭിനയിക്കാൻ എനിക്ക് അവളെ ഇതില്ല, പാട്ട് അങ്ങനെയാണെങ്കിൽ പാട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി എൻ്റെ കരിയറാണ്. തെയ്യം കാറ്റിൽ തെക്കൻ. യു റിമെമ്പർ ഇങ്ങനെയൊക്കെ മറക്കുക. തെയ്യം കാറ്റിൽ തെക്കൻ കാട്ടിൽ തേനുണ്ണും പക്ഷി, ചെമ്മാണിക്ക പക്ഷി, മുത്താരം കുന്നിന്മേലെ കൂട്ടിന് വായോ, പാലരുവി നീന്താം പവിഴവയിലുണ്ണാം, പാടം പൂത്താൽ നെല്ലോലയ്ക്കും പാൽ കുടമായി. അച്ഛനൊരു കൊമ്പത്ത് അമ്മയോ വരമ്പത്ത്, ആലില പൂന്തൊട്ടിൽ ആടുമോ നേരത്ത്. പെട്ടെന്ന് സ്കൂൾ ഡേയ്സിലേക്ക് പോയ പോലെ. എപ്പോ ഇത് പാടുമ്പോഴും ഞാൻ ആ ചേതനയിൽ ആ കൺസോളിലാണ്. എനിക്ക് എന്നിട്ട് ഡ്രസ്സ് അതിന്റെ ഫോട്ടോ ആരോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴൊക്കെ ഞാൻ ഞെട്ടിപ്പോ ദൈവമേ ഇതുപോലെയാണല്ലോ, ഭയങ്കര ഒരു വൃത്തിയായിട്ട കോല. പക്ഷെ അന്ന് തൊട്ട് യു sang for like you know I sang more than 200 odd songs in every language ലായിട്ട്. കുറച്ച് നല്ല പാട്ടുകൾ ഹിന്ദിയിൽ കിട്ടി. പിന്നെ അതേ തനിഷ് ബാഗ്ചിയുടെ വളരെ നല്ലൊരു പാട്ട് തെലുങ്കിൽ കിട്ടി. ശങ്കർ മഹാദേവൻ, ഇളയരാജ ഇവര് പാടി. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. സോ പ്ലേബാക്ക് സിംഗർ ആയിരിക്കുന്ന സമയത്തുള്ള എക്സ്പീരിയൻസസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ? രാജാ സാറിന് പാടാൻ പോയത്. ഇപ്പോൾ രാജാ സാറിൻ്റെ പാട്ട് ഞാൻ അവിടെ അല്ല പാടിയത്, പക്ഷെ വോയിസ് ടെസ്റ്റിന് അവിടെ പോയത്. അപ്പോൾ ഞാൻ രാജാ സാറിന് നല്ല പൊക്കം അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചു. ബട്ട് അതിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു മനുഷ്യൻ അച്ഛൻ്റെ കൂടെ പോയത്. അപ്പോൾ അവിടെ പോയ എല്ലാവരെയും കൊണ്ട് കീർത്തനം പാടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഒരു മരണവും കീർത്തനവും ഒക്കെ നോക്കിയിട്ടാണ് പോയത്. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് ഇതിൽ പാടി, അഖിലാണ്ടേശ്വരി പാടി ദ്വിജാവന്തിയിൽ. ഞാൻ കണ്ണടച്ചിട്ട് പാടിയത് ഒന്നും നോക്കിയും പോലും ഇല്ല, ഇങ്ങനെ പോലും നോക്കിയില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, നല്ല ഇമ്പമാന കുരൽ അഴകാ പാടിനേമാ പറഞ്ഞു.
ശ്വാസം വിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് പോകാനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും ഇറങ്ങി വന്നു. എന്നിട്ട് പൊന്മുടി പുഴയോരത്തുന്നുള്ളതിൽ ദാസർ പാടിയതിൻ്റെ റിപ്പീറ്റ് സോങ് ആണ് അമ്മ എന്ന വാക്കെന്ന് പറഞ്ഞിട്ട്, അത് പാടാൻ പറ്റി. പിന്നെ tell me like which would be all the songs you have sung for cinema, is it your favorite or like do you have some? I'm happy and I'm grateful for every song, but obviously എല്ലാം നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കില്ലല്ലോ. There will be songs that is not your favorite also. അതിനെന്താ കുഴപ്പം, എല്ലാം അങ്ങനെ ഇഷ്ടപ്പെട്ടോളൂ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഫേവറേറ്റും ഉണ്ട്. ഇപ്പോൾ രാജസാറിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനല്ല എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മനു രമേശിന് വേണ്ടി ഒരു പാട്ട് പാടുന്നു, എന്ന് കാണും ഞാൻ എന്ന് പറഞ്ഞത്. അത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഐ ലൈക്ക് ദാറ്റ്. പിന്നെ എൻ്റെ ആദ്യത്തെ ഹിന്ദി സോങ് എനിക്ക് ഇഷ്ടമാണ്, നൈൻ തെരെ ഝുക്കെ ഝുക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഈ തെലുങ്കിലെ രണ്ടുപേർക്ക് പാടിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ളത്. ഒന്ന് ശരത് സാറിന് പാടിയിട്ടുണ്ട്, നീ ബംഗാരു തല്ലി എന്ന് പറഞ്ഞൊരു പടത്തിൽ, ചിരുച്ചിലക്കി എന്ന് പറഞ്ഞിട്ട്. പിന്നെ പാടിയത് ഈ തനിഷ് ബാഗ്ചി എന്ന് പറയുന്ന ഹിന്ദി മ്യൂസിക് ഡയറക്ടർ ലവർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അദ്ഭുതം എന്ന് പറഞ്ഞൊരു പാട്ട്. നമ്മുടെ ശരിക്കും മ്യൂസീഷ്യൻ ശരത് എന്ന് പറയുന്ന അങ്ങേരുടെ മ്യൂസിക്കിന് ഒരു ഭയങ്കര വേറൊരു ഫീലാണ്. സോ ആ പാട്ടിനേക്കാളും ഉണ്ട്. എനിക്ക് ശരത് സർ ഇസ് മോർ ദാൻ എ മ്യൂസിക് ഡയറക്ടർ ടു മീ ഇൻ മൈ ലൈഫ്. ഹീസ് ലൈക്ക് എ ബിഗ് ബ്രദർ. അദ്ദേഹത്തിന്റെ ആത്മപുസ്തകത്തിൽ എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സിസ്റ്റർ എന്ന് പറഞ്ഞ കോളത്തിൽ. അത് ഇറ്റ് വാസ് സച്ച് എ ബിഗ് ദിസ് തിങ് ഫോർ മീ. രഞ്ജിനി ഹരിദാസിനെ അങ്ങനെ തന്നെ, വി ബോത്ത് ആർ ലൈക്ക് സിസ്റ്റേഴ്സ് ടു ഹിം. അപ്പോൾ അദ്ദേഹം പേടിച്ച് മിണ്ടാൻ പേടിച്ച് നിന്ന ഒരു മനുഷ്യൻ ഇത്രയും ആ ഒരു ജോസ്കോ ഇന്ത്യൻ വോയിസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലൂടെ ബിക്കേം വെരി ക്ലോസ്. ഞാൻ, സുജി ചേച്ചി, ശ്രീനി സാറും ശരത് സാറും. എൻ്റെ കല്യാണത്തിന് ഊഞ്ഞാലാട്ടുമ്പോൾ ശരത് സാർ ബാക്കി വന്ന് നിന്നിട്ട് അങ്ങനത്തെ ഒരു വളരെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, സുഖമായിരിക്കണോ മാനേ, സുഖമായിരിക്കണോ, ഹാപ്പി ആയിട്ടിരിക്കണോ എന്നൊക്കെ ചോദിക്കും. ശരത് സാർ അത്ര ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നിട്ട് അതിൽ മുഴുവൻ കുറെ പാട്ടും അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരത് സാർ എന്നെ പാടാൻ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞ മൂട്ടൊക്കെ ഇടിച്ചിട്ട് അവൻ എന്തിനാ നീ എന്ന് പറഞ്ഞ അങ്ങനെ പഠിപ്പിച്ചെടുത്ത. അപ്പൊ തെലുഗു എങ്ങനെയാ പഠിച്ചേ? തെലുഗു എങ്ങനെയാ പഠിക്കുക? ഇല്ല, ഞാൻ എഴുതും. അപ്പൊ ഒന്നില്ലെങ്കിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഞാൻ എഴുതും. എന്നിട്ട് ഞാൻ കറക്റ്റ് ഫൊണറ്റിക്സ് അതിന്റെ പുറത്ത് എഴുതി വെക്കും. ഇപ്പൊ അറബിക് ഒക്കെ പാടുമ്പോഴും ടർക്കിഷ് പാടുമ്പോഴും എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അർത്ഥം കൊണ്ട് ചോദിക്കും, അർത്ഥം കൊണ്ട് ഞാൻ എഴുതി വെക്കും. നമ്മൾ പറയലല്ലേ ആ വേർഡ് പറയുമ്പോ എനിക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. വെറുതെ കയറി അതാ ഞാനിപ്പോ പാടാൻ പഠിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിറിക്സ് തെറ്റി പാടിക്കഴിഞ്ഞാൽ അത് എഴുതിയ ആളോടുള്ള ഒരു ഇൻസൾട്ടാണ്. അപ്പൊ എനിക്ക് വായിത്തൊന്നും ഇത് പാടാൻ ഇഷ്ടമല്ല ബേസിക്കലി. പിന്നെ വേറെ മലയാളം പാട്ടുകൾ വേറെ വിദ്യാജിക്ക് പാടിയ മറിയമ്മക്ക് എന്ന് പറഞ്ഞ അതും ഫഹദിനും. അതില് നമ്മുടെ ഇപ്പോ പെരിയോനെ പാടിയ ജിത്തിനും ഞാനും കൂടെ അതിൽ പാട്ട് പാടിയിരുന്നു, മേക്കരയിൽ എന്ന് പറഞ്ഞിട്ട്. നല്ല രസമാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് വിദ്യാജിയുടെ പാട്ടുകൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഫാസ്റ്റ് പാട്ടാണെങ്കിൽ ഇടയ്ക്ക് വരുമ്പോൾ നല്ലൊരു മെലഡി ലൈൻ ഉണ്ടാവും. അങ്ങനെ പാടിയിരിക്കുന്നു. സോ സിംഗിങ് ഫോർ ഹിം വാസ് ഓൾസോ വെരി ബിഗ് ദിസ് തിങ്. പിന്നെ ചെന്നൈ മ്യൂസിക് ഹാളിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരാളായിരുന്നു പാടാനായിട്ട്. അയ്യോ, ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് എപ്പോഴും മനസ്സിലാവണം. പിന്നെ SPBയുടെ കൂടെ 2 പ്രോഗ്രാമിന് പാടാൻ പറ്റി. ഒന്ന് ട്രിവാൻഡ്രം ക്ലബിലായിരുന്നു. അന്നും ഭയങ്കര ഒരു ഹാർട്ട് ഫെൽറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തത് ഗുരുവായൂരപ്പ എന്നുള്ള പാട്ട് പാടി കഴിഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രഞ്ജിനിയുടെ വോയിസ് എനിക്ക് മോണിറ്ററിൽ തരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഞെട്ടി. പിന്നെ ഞാനിനി പാടണം മുഴുവൻ ഇദ്ദേഹം കേൾക്കും. അത് അന്ന് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. എനിക്കൊന്നും മോണിറ്റേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇനിയ മോണിറ്റേഴ്സ്. പക്ഷെ സാറിനുണ്ടായിരുന്നു. തേജേട്ടൻ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റുള്ള, അന്ന് സാറോ ആര് വലിയ ആൾക്കാർ വന്നാലും തേജേട്ടൻ്റെ ഓർക്കസ്ട്ര വയ്ക്കുക. വാസ് ദ ലീഡിങ് മ്യൂസിഷ്യൻ കമ്പോസർ കൈൻഡ് ഓഫ്. അപ്പോൾ തേജേട്ടൻ വിളിച്ചിട്ട്, അപ്പോൾ തേജേട്ടൻ ഇങ്ങനെ സൈഡിൽ കണ്ടക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പാടിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ താങ്ക് യു സർ. അതിനു മുമ്പ് തന്നെ ഞാൻ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ സാർ ഇങ്ങനെ കളിയാക്കും, ഇങ്ങനെ എന്നെ ഒതയ്ക്ക വരീங்களா എന്നൊക്കെ പറഞ്ഞിട്ട്, പ്ലീസ് ഗിവ് എ നൈസ് റൗണ്ട് ഓഫ് അപ്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണം. അപ്പോൾ കാലൊക്കെ തൊട്ട് അത് കഴിഞ്ഞിട്ട് താങ്ക് യു സർ എന്ന് പറഞ്ഞ് ഞാൻ പോകാൻ നേരത്തുണ്ട്. രഞ്ജിനി ഒരു നിമിഷമാ, are you married? No sir. Are you in love? No sir. அப்புறம் எப்படி இவ்வளோ அழகாக பாடினீங்கம்மா இந்த பாட்டுன்னு. എൻ്റെ ദൈവമേ അഞ്ജന, എൻ്റെ കണ്ണെല്ലാം കൂടെ നിറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്ന എനിക്ക് ഓർമ്മയുള്ളൂ. പാട്ടിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ എന്നെ കിള്ളിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, സത്യമാണോ എന്ന് അറിയാനായിട്ട്. കാരണം സാറിനെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് പാട്ട് കേൾക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ വെച്ചിട്ട്
മെറീഡിയനിൽ വെച്ചിട്ട് ഒരു ഷോ ഉണ്ടായിരുന്നു. So, from where did your love for music begin? Like childhood? Like how? ഐ തിങ്ക് ഇറ്റ് ബിഗാൻ മച്ച് ബിഫോർ മീ. എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം മുഴുവൻ എനിക്ക് കിട്ടിയെന്ന് തോന്നണേ. അച്ഛന് പെൺകുട്ടി വേണമെന്നായിരുന്നു, ആ പെൺകുട്ടി പാട്ട് പാടണം എന്നായിരുന്നു. ഇത് രണ്ടും ഞാൻ എപ്പോഴും പറയും, ഗോഡ് ഇസ് സോ പാർഷ്യൽ. അമ്മയ്ക്ക് ആൺകുട്ടി വേണമെന്നായിരുന്നു. അപ്പോ അച്ഛനെ ഈ പറഞ്ഞ പോലെ ചെറുതിലേ തുടങ്ങി റേഡിയോ, ഞാൻ കരയുമ്പോൾ എങ്ങനെ നിർത്തണമെന്ന് ഇപ്പൊ റേഡിയോ ഓൺ ചെയ്ത് ഫുൾ ടൈം പാട്ടാ. പിന്നെ അമ്മ പാടും. അപ്പൊ അത് കേട്ട് വളർന്നതിന്റെ ആയിരിക്കും. ചെറുതിലേ തുടങ്ങി പാടും. ആരെങ്കിലും പാടൂ എന്ന് പറയുന്നതിന് മുമ്പേ പാടും. അതെല്ലാം മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിന്റെ ഇത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞാൻ വായിച്ചുകൊണ്ടാണ്, വായ്ത്താരി ഇട്ടാ പാടുന്നത്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട് എനിക്ക്, രജിസ്റ്റേഴ്സ് ഇൻ മൈ ഹെഡ്. ഏത് പാട്ട് eat, sleep, live in music അല്ലേ? എനിക്ക് ആക്ച്വലി പാട്ട് എന്ന് പറയുന്നത്, പാട്ട് കേൾക്കുക അല്ലെങ്കിൽ പുതിയ പാട്ട് കേൾക്കലൊരു സെഷൻ തന്നെയുണ്ട് എനിക്ക് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ എപ്പോഴും തോന്നുമ്പോൾ ഇറ്റ് വിൽ ഗോ ഓൺ. ആൻഡ് അങ്ങനെയാണ് ഞാൻ കുറെ ആർട്ടിസ്റ്റിനെ ഡിസ്കവർ ചെയ്തിരിക്കുന്നത്, പുതിയതാണെങ്കിലും. എനിക്ക് അത് ഇതൊരു ജോലിയായിട്ട് ചെയ്യണതല്ല അഞ്ജന, എനിക്ക് ചെറുതിലേ തുടങ്ങി എൻ്റെ ഹോബിയാണ്. ലേറ്റസ്റ്റ് ഡിസ്കവർ ചെയ്ത ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാ? ഇപ്പൊ കുറെ പേരുണ്ട്, കാരണം എനിക്ക് ഇഷ്ടമുള്ള കുറെ ആർട്ടിസ്റ്റ് പുതിയ ആൽബംസ് ഇറങ്ങിയിട്ടുണ്ട്, പോസ്റ്റ് മലോണും അവരൊക്കെ. അപ്പൊ അതൊക്കെ കുറെ കേൾക്കും. പിന്നെ എനിക്ക് ആരെയാണ് ഇന്ത്യ ആർട്ടിസ്റ്റില് എൻ്റെ എല്ലാ ലൈക്സും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു സട്ടിൽ അങ്ങനെ അല്ല. പക്ഷെ ആ കൂട്ടത്തിലാണെങ്കിൽ സിദ്ധാർത്ഥ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഞാൻ കേൾക്കണ ആ ആളുടെ ഫറാർ എന്ന് പറഞ്ഞ പാട്ടുകൾ, കുറച്ചധികം പാട്ടുകളുണ്ട്. പക്ഷെ അദ്ദേഹം യൂസ് ചെയ്യുന്ന സിംഗേഴ്സൊക്കെ എക്സ്ട്രോർഡിനറി ആണ്. പുള്ളി എല്ലാത്തിലും പാടുന്നില്ല എന്ന് തോന്നുന്നു. ഐ ഡോണ്ട് ഈവൻ നോ ഇഫ് ഹീ സിംഗിങ്. പക്ഷെ ദാറ്റ് സോങ് യു ഹാവ് ടു ലിസൺ ടു ഫറാർ. അസാധ്യമാണ് ഫറാർ. പിന്നെ എനിക്ക് കുറച്ചൊക്കെ മെറ്റലും റോക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് നമ്മുടെ ഇവരെ ഇഷ്ടമാണ്, എന്താ ശങ്കർ ട്രൈബ്. ഐ ലവ് ശങ്കർ ട്രൈബ്. ബ്ലഡി വുഡ് ഇഷ്ടമാണ്, ഹെവി മെറ്റൽ. പിന്നെ ആരാ, അങ്ങനെ കുറെ ഇന്ത്യൻ ബാൻഡ്സ് ഉണ്ട്, പരിക്രമ, രഘു ദീക്ഷിത്. So what do you think about the survival of Indian musicians? സർവൈവൽ ഓഫ് ഇന്ത്യൻ മ്യൂസിക്, ഐ തിങ്ക് ഇന്ത്യൻ മ്യൂസിക് ഇനി സർവൈവ് ചെയ്യുള്ളൂ. അതോ അതിലും സെലക്ഷൻ ഇതുണ്ടാവും, നല്ലതും ചീത്ത ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ത്യൻ മ്യൂസിക് ആണ് ഇനി മ്യൂസിക് ഫോർവേഡ്. കാരണം ഇങ്ങനെ ആയിരിക്കണം മ്യൂസിക്. നമ്മുടെ നാട്ടിൽ ഇതുവരെ മ്യൂസിക് ഫിലിം ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഒരു സിനിമ ഉണ്ടെങ്കിലേ പാട്ടുകളുള്ളൂ, അല്ലെങ്കിൽ അത് അപ്പോഴേ ഹിറ്റ് ആവുള്ളൂ എന്നുള്ളൊരു പ്രതിഭാസത്തിൽ നിന്നിപ്പോൾ മാറി എല്ലാവർക്കും ഇന്ത്യൻ മ്യൂസിക് ചെയ്യാനും, അത് ജോബിന്റെ പാട്ടുകൾ നോക്കൂ, അകത്തിന്റെ പാട്ടുകൾ നോക്കൂ, എല്ലാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഹാസ് സ്പേസ് ടു ഗ്രോ. അപ്പോൾ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇതാണ് റൈറ്റ് ടൈം. എല്ലാവരും ഇപ്പൊ ചാൾസ് ആണെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസർ, ഹീസ് ഓൾസോ ഡൂയിങ് ഓരോരോ പാട്ടുകളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര രസമുണ്ട്. ബെന്നി ദയാലിനെ വെച്ച് ഒരു പാട്ട് ചെയ്യിപ്പിച്ചു, ഷോലോ ഷോബെ എന്ന് പറഞ്ഞാൽ. അതും ഇന്ത്യയിൽ ഇറ്റ്സ് ഗോയിങ് ആസ് നമ്പർ 1. അപ്പൊ നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ട്. ആൻഡ് ഐ എം ഗ്ലാഡ് ഐ എം ഓൾസോ സീ ഔട്ട്. ഡിഡ് യു ഫീൽ ലൈക്ക് ശരിക്കും ഒരു സമയത്ത് ഈ സോങ്സ് എന്ന് പറയുന്നത് സിനിമ പാട്ട് മാത്രമായിട്ട് മാറുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഹൗ ഹാസ് ഇറ്റ് അഫക്റ്റഡ് ലൈക്ക് മ്യൂസീഷ്യൻസ്? എല്ലാവർക്കും പാടാനുള്ള വായ്പില്ല. വായ്പ എന്ന് പറഞ്ഞാൽ ഇതില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല. ആൻഡ് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇപ്പം ബോംബെയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കവേഴ്സ് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എയിൽ എന്തോ തുടങ്ങണ ഒരു വ്യക്തി. പുള്ളിക്ക് സിനിമയിൽ പാടാൻ വിളിച്ചിട്ട് ഹീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം പുള്ളി അതിനേക്കാളും കൂടുതൽ കാശ് കവേഴ്സ് പാടിയിട്ട് ഹീസ് മേക്കിംഗ്, അതിനെ അപ്പുറത്ത് കാശ് മേടിച്ചിട്ട് ഹീസ് ഗോയിങ് ഫോർ ഷോസ്. പുള്ളി പറയുന്നത് എനിക്ക് സിനിമ പാട്ട്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് കവർ സോങ്സ്, സോ കോൾഡ് റീമിക്സ് ആൻഡ് കവർ സോങ്സ്? നല്ലതുണ്ട് ചീത്തയുണ്ട്. കൂടുതലും ഭയങ്കര മൊണോട്ടണസ് ആയിട്ട് ഒരേ ഒരു സെറ്റിൽ പോണതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഗ്രേഡ്സ് പതുക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏലു എന്ന് പറഞ്ഞിട്ട്, ഷീ വാസ് മൈ ജൂനിയർ ഇൻ കോളേജ്, ബട്ട് ഷീ ഈസ് ഇൻ അയർലൻഡ്. ആളിനി എടുക്കാത്ത ഡിഗ്രി ഒന്നും ഇല്ല. സോ ആളാണ് എൻ്റെ താഴെയിൽ. അപ്പോൾ ആളെപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ ടൈം സിഗ്നേച്ചേഴ്സും സ്കെയിൽസും ഒക്കെ പഠിപ്പിക്കുന്നത്. ഒരു കവർ ഓൾറെഡി ഉള്ള ഒരു ടൈം സിഗ്നേച്ചറിൽ തന്നെ വീണ്ടും അത് ചെയ്യാനാണെങ്കിൽ കവർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത് ഒറിജിനൽ കേട്ടാൽ പോരെ. അപ്പോൾ നമ്മളൊരു കവർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് our version of that song, അല്ലേ? If it is the same version, then why are you doing a cover on അത് മാത്രം കേട്ടാ പോരെ? So why do we really need another version for a song which has been created by multiple artists?
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ മ്യൂസിക്കൽ പ്രൊവിൻഷ്യൽ ഇപ്പൊ ചില്ലാണി എന്നുള്ള പാട്ട് എടുത്തിട്ട് ഞങ്ങൾ അത് കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വാട്ട് ഇസ് ഡിഫറെന്റ് എന്നുള്ളത് അഞ്ജന കേൾക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ അതൊക്കെ വിടൂ, ഇന്റർനാഷണലി എടുക്കാം. ജേമി കള്ളം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിട്ടീഷ് സിംഗർ ഉണ്ട്, ഹീസ് വെരി ഫേമസ്. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ദ മ്യൂസിക് എന്ന് പറഞ്ഞ റിഹാനയുടെ ഒരു പാട്ടുണ്ട്. അതിന്റെ ജേമി കള്ളം വേർഷൻ കേട്ട് കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് എ കവർ ഇസ്. അങ്ങനെ ആയിരിക്കണം കവർ. അതാണ് അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. ആർക്കെങ്കിലും ഹൗ ഷുഡ് എ കവർ ബി എന്നുള്ളതിന്റെ ഏറ്റവും എനിക്ക് തരാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ജേമി കള്ളം എന്ന് പറയുന്ന സിംഗർ, ഹൗ ഹി ഹാസ് ഡൺ എ കവർ ഓഫ് റിഹാനാസ് പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ദ മ്യൂസിക്. അങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇനി ഡബിങ്ങിനെ പറ്റി പറ. ഡബിങ് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ റെഡ് ചില്ലീസിൽ ആക്ട് ചെയ്യണ സമയത്ത് അതേ സമയത്ത് സൂര്യ ടി വിയിൽ വോയിസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ഞാൻ ഹോസ്റ്റ് ചെയ്തിരുന്നു. അന്നത്തെ മ്യൂസിക് ഡയറക്ടർ അലക്സ് പോൾ, ചിത്ര ഇറവരൊക്കെ ആയിരുന്നു വന്നത്. അപ്പോൾ ആ സമയത്ത് പരിചയപ്പെട്ട ഇത് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയായിരുന്നു. അതിലത്തെ ഡയറക്ടർ ഓഫ് ദ ഷോ വീരേന്ദ്ര കുറേ കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡബിങ് പണുവിയാ? ഡബിങ്ങാ? இல்லை அது இங்கிலீஷ் சீரீஸ்மா, அதில் வந்து நீ பண்ணி பாருங்க நீ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് അതാണ് റെഡ് വൈറ്റ് ആൻഡ് റോയൽ ബ്ലൂ എന്ന് പറഞ്ഞൊരു പടം. അത് പ്രൈമിലാണെന്നോ ഹോട്ട്സ്റ്റാറിലാണെന്നോ അറിയില്ല, പ്രൈമിലാണെന്ന് തോന്നുന്നു. പ്രൈമിലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലൊരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഡബ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവർക്ക് ഇഷ്ടമായിട്ട് എക്സ്പാറ്റ്സ് എന്ന് പറഞ്ഞ നിക്കോൾ കിഡ്മൻ്റെ ഒരു ലിമിറ്റഡ് സീരീസ് ഉണ്ട്, അതിൽ നിക്കോൾ കിഡ്മന് ഡബ് ചെയ്തു. അപ്പൊ ഞാൻ അത് കംപ്ലീറ്റ്ലി മലയാളം അല്ല. ഇപ്പൊ ബന്ദിഷ് ബാൻഡിറ്റ്സിലാണെങ്കിലും ഞാൻ ബന്ദിഷ് ബാൻഡിറ്റ്സും ചെയ്തു, അതിന്റെ 2 സീസൺ ചെയ്തു. അപ്പോഴും ആ കുട്ടി ഓൾമോസ്റ്റ് എല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, കുറച്ച് വേർഡ്സേ ഉള്ളൂ ഹിന്ദിയിൽ. അപ്പൊ അത് മാത്രം മലയാളവും ബാക്കിയെല്ലാം എന്നെ കൊണ്ട് ഇംഗ്ലീഷ് തന്നെ പറഞ്ഞിരിക്കണേ അതേപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടിക്ക് സീരീസിൽ 20-22 വയസ്സല്ലേ ഉള്ളൂ, എനിക്ക് 41 വയസ്സായല്ലോ. അവ പറഞ്ഞു അല്ല കറക്റ്റാണ് വോയിസ്. ഞാൻ പറഞ്ഞു അത് എനിക്ക് ഫോർ സം റീസൺ കെയിം ഈസി. Dubbing worked for you? Very, very comfortable. And are you liking it or? I'm liking it. No, എനിക്ക് പാട്ട് പാടാനാണ് എന്നും ഇഷ്ടം than anything. അത് that precedes everything. പക്ഷേ ദിസ് ഇസ് നോട്ട് ഡിഫിക്കൾട്ട് ഫോർ മീ. കുറച്ച് കഴിയുമ്പോൾ ക്ഷീണം വരും, പക്ഷേ ഞാൻ കുറച്ചധികം സ്പീഡിൽ ചെയ്യുന്നുള്ളതാണ് അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു അഡ്വാൻറ്റേജ്. റെഡ് ചില്ലീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് tell me about your acting journey. അതൊക്കെ നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ കിട്ടുന്ന ബ്ലെസ്സിങ്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഒരിക്കലും ഞാൻ വേറെ രീതിക്ക് പറയില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ അഭിപ്രായത്തിനോട് അവർക്ക് അതിൻ്റെ റൈറ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ട് പടത്തിലാണെങ്കിലും. ഞാനൊരു ഓഡിയൻസ് ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ അതിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാത്തിനേലും ഉപരി ഇത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഫ്രെയിം പങ്കുവെക്കുക എന്ന് പറയുന്നത് അതിലും വലിയ എന്താ അനുഗ്രഹമുണ്ട്. തിലകൻ സാറ്, ലാൽ സാറ്, ആരൊക്കെയാ എനിക്ക്, പിന്നെ ആരൊക്കെയായിരുന്നു, ഇല്ലാത്തവരൊന്നും ഇല്ല. അത് ദ്രോണ 2010 എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഡബിൾ റോൾ ആയിരുന്നു മമ്മൂക്കയുടെ. അപ്പോൾ അതിലും ഐ ഡിഡ് എ സ്മോൾ റോൾ. അദ്ദേഹം പറഞ്ഞുകൊണ്ട് സ്മോൾ റോൾ ചോദിച്ച് മേടിച്ച്. കാരണം എനിക്കറിയാം എനിക്ക് അങ്ങനെ അഭിനയിക്കാനുള്ള കഴിവൊന്നും ഇല്ലാന്ന്. അപ്പം പിന്നെ എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ വി ഹാവ് ടു ബി അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഇത്. അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പ്ലസ് ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകും, അങ്ങനത്തെ ഒരാളാണ്. കാരണം എനിക്കിപ്പുറത്ത് ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ 3rd വൺ ചെയ്തത് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറഞ്ഞ എണ്ണത്തിൽ. അതൊരു താത്താക്കുട്ടിയായിട്ടായിരുന്നു, നല്ലതായിരുന്നു. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. സ്റ്റേജ് ഷോസ് ഒരുപാട് ഇപ്പം എത്ര ചെയ്തിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? കഴിഞ്ഞ ഒരു എത്ര വർഷങ്ങളായി? അത് 2000 മുമ്പേ തുടങ്ങി. സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തു, ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എനിക്കിനി ഏഷ്യൻ കൺട്രീസിൽ പോകണമെന്നുണ്ട്. ബാങ്കോക്ക് വരാൻ പാടി, ജപ്പാൻ ചൈനയിലൊക്കെ പോയിട്ട് ചുമ്മാ ഒന്ന് പാടിയിട്ട് വരാനുണ്ട്. അവിടേക്ക് ഷോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ കമ്മ്യൂണിറ്റീസ് ആണ് അവിടെ. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിലൊരിക്കലോ ഒക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. കാരണം അത്രയും കുറച്ച് എണ്ണം നോക്കിയിട്ടില്ല അഞ്ജന. എന്നാലും ഷുവർ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ കൺട്രിയിലേക്ക് 7-8 പ്രാവശ്യം പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്വിറ്റ്സർലൻഡ് തന്നെ 6 പ്രാവശ്യമായി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഓഫ് ടൈംസ് ദറ്റ് യു വിസിറ്റഡ്, ഗൾഫിൽ എല്ലായിടത്തും മലയാളികൾ ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ അവിടെയുണ്ട്. ഞാൻ സത്യം പറഞ്ഞ എണ്ണം വെച്ചിട്ടില്ല എന്നുള്ളത്. ലോങ് ടൂർസ് ആയിരിക്കുമല്ലോ ശരിക്കും.
എല്ലാം ഇല്ല. ഇപ്പൊ പണ്ടായിരുന്നു അമേരിക്കക്ക് പോകുമ്പോ ഒരു മാസം, UK പോകുമ്പോ ഒരു മാസം എന്നുള്ളത്. അപ്പൊ അത്ര മാസക്കണക്കിനൊന്നും ആരും ഷോസ് എടുക്കുന്നില്ല ആഫ്റ്റർ കോവിഡ് എസ്പെഷ്യലി. ഞാൻ ചോദിക്കാൻ, കോവിഡ് ശരിക്കും അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോവിഡ് ടൈമില്, ബിക്കോസ് എപ്പോഴും കോവിഡ് വരെ ഈ ഷോസ് ഉള്ളതുകൊണ്ട് സംഭവങ്ങളെല്ലാം ഈസി ആയിട്ട് റണ്ണായി പോണു. കോവിഡ് ടൈം ആയപ്പോ പെട്ടെന്ന് ഇത് സ്റ്റക്കായ സമയത്ത് ഹൗ വാസ് ഇറ്റ് യുവർ സർവൈവൽ സ്പേസ്? അവിടെയാണ് തെറപ്പി തുടങ്ങിയത്. സർവൈവൽ സ്പേസ് എന്ന് പറയുന്ന പാട്ടുണ്ടാക്കി. സായാഹ്നമേ എന്നുള്ള ആദ്യത്തെ പാട്ട് വിത്ത് ചാൾസ് ഉണ്ടാക്കിയത് ആ നേരത്താണ്. എന്നിട്ട് ഞങ്ങൾ കോവിഡിന്റെ ഇടയിലൊക്കെ പോയിട്ട് മാനിഷാദ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ചെയ്തത്. അപ്പൊ കുട്ടികളും ഭയങ്കര ഇതാണ്, ഞാനും ഭയങ്കര ഇതാണ്, അങ്ങനെ വന്നതാണ്. ദാറ്റ് വാസ് ദ കോപ്പിംഗ് മെക്കാനിസം. എന്നും പാട്ടാണ് കോപ്പിംഗ് മെക്കാനിസം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാത്ത സമയത്ത് ഇറ്റ് വാസ് വെരി ദിസ് തിങ്. കാരണം എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവമേ ജോലി ജോലി. അപ്പോൾ ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ കോസിംഗർ പറഞ്ഞിട്ടുണ്ട് വെറുതെ പെട്ടിയൊക്കെ തുറന്ന് എല്ലാം പാക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അടച്ചിട്ട് കുറച്ച് പാക്ക് ചെയ്യുന്നു. വി ആർ സോ യൂസ്ഡ് ടു ലിവിങ് ഔട്ട് ഓഫ് എ സൂട്ട് കേസ് അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടു കം ടു ടേംസ് വിത്ത് ദാറ്റ്. പക്ഷേ കംപ്ലീറ്റ്ലി ഡൗൺ ടു എർത്ത് അല്ലേ. പിന്നെ ആ നേരത്ത് കുറേ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഷോസ് കുറച്ച് കഴിയുമ്പോൾ മദ്യമാവാൻ തുടങ്ങി എനിക്ക്. അയ്യോ ആളുകളെ കാണാൻ. പിന്നെ കാരണം അതിന് തൊട്ട് മുമ്പ് ഡിസംബറിൽ എന്തോ കുറെ ഒരു 10-12 ഷോസ് ഉണ്ടായിരുന്നു. കാരണം ഒരു സെറ്റ് ഓഫ് ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ, സാംസ്കാരിക കേരളം ഏതോ ഒരെണ്ണത്തിന്. അപ്പൊ അതിന് പോയിട്ട് 7ാമത്തെ ഷോന് എനിക്ക് എത്താൻ പറ്റിയില്ല. ഞാൻ വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. എനിക്ക് പകരം ഫ്രാങ്കോ ചേട്ടനാ പോയെ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു ഇത്ര ഷോ ആണ്, കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ. അത് പറഞ്ഞൊരു മാസം ആവണേന് മുമ്പ് കോവിഡ്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, പ്ലീസ് എല്ലാം തിരിച്ചു തരൂ എന്ന്. നമ്മള് ശരിക്കും ഭയങ്കര അതെ നമ്മൾ ഇരുന്നിട്ട് ആലോചിക്കുന്നതാണ്, ഹാവ് വി ബീൻ ഗ്രേറ്റ്ഫുൾ ഇനഫ് ഫോർ വാട്ട് എവർ വി ഹാഡ്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ആൻഡ് നമ്മുടെ എൻ്റെ ലേറ്റ് 30s കംപ്ലീറ്റ് അതിൻ്റെ ഇടയിൽ പോയി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും 39 വയസ്സ്. ഞാനേ ഓക്കെ ഓ ഷിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. 38 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വി ഗോട്ട് ഔട്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ കൊല്ലം മുഴുവൻ ദൈവം എന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച് ഐ വെൻറ്റ് എവ്രിവെയർ. വന്നു കഴിഞ്ഞിട്ട് 39ലാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത്, സമയമില്ലല്ലോ, വേഗം നമ്മുടെ പാട്ടുകളൊക്കെ ഇറക്കാൻ തുടങ്ങാൻ. അങ്ങനെയാണ് കുറേയും കൂടെ ഞാൻ ഇതായത് ഇൻട്രാക്ട്. 40 മുതൽ അങ്ങോട്ടുള്ള ജേർണി എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണേ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? അത് ചെയ്യണം, ഇത് ചെയ്യണം, അതെല്ലാം ചെയ്യും. ഐ ആം ജസ്റ്റ് ലിവിങ് മൈ ലൈഫ് അറ്റ് ദ മൊമെന്റ്. പാട്ടും പാടി നടക്കണം. പിന്നെ ഇപ്പം നമ്മൾ വി ആർ ഇൻ എ സെനാരിയോ വെയർ വി ടോക്ക് അബൌട്ട് ഡിഫിക്കൽട്ടീസ് ഇൻ ദ ഇൻഡസ്ട്രി ആസ് എ സർവൈവൽ, ഹൗ പിന്നെ ജെൻഡർ ഫ്രണ്ട്ലി ഈസ് ദ ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, ഹൗ ഇസ് ദ മ്യൂസിക് ഇൻഡസ്ട്രി? We always talk about the industry, about actors-ന്റെ ട്രബിൾസും ഒക്കെ സ്ട്രഗിൾസും പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ ചിന്മയുടെ ഒരു എക്സാമ്പിൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഹൗ ഇസ് എ മ്യൂസിക് സെനാരിയോ വെയർ യുവർ എക്സ്പീരിയൻസസ്? ഞാൻ ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുന്നില്ല, പക്ഷെ എവ്രി വൺസ് ഹാഡ് ദെയർ അപ്സ് ആൻഡ് ഡൗൺസ്. ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും വെദർ ദേ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ് ഓർ നോട്ട്. പക്ഷെ ഉണ്ടായിട്ടുണ്ട്, ലൈക്ക് there has been സെക്ഷുവൽ ഇൻറ്റനേഷൻസ്, അതൊക്കെ എപ്പോഴും ഉണ്ടാവും. ലൈക്ക് 2 ജെൻഡർ ആകുമ്പോൾ ഐ തിങ്ക് ദിസ് ഇസ് ഹാപ്പനിങ്. ബട്ട് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആരും മിണ്ടാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് വി ഓൾ കെപ്റ്റ് ക്വയറ്റ്, ഓർ ജസ്റ്റ് ഷവ്ഡ് ഇറ്റ് ടു ദ സൈഡ് ഓർ മാനേജ്ഡ് ഇറ്റ് യുവർ സെൽഫ്. ഞാനൊക്കെ ഐ മാനേജ്ഡ് ഇറ്റ് മൈ സെൽഫ്. ആൻഡ് ദെൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് പോണ്ടർ ഓവർ ഇറ്റ്. ബട്ട് ദെർ ആർ അതർ പീപ്പിൾ who are not as strong, or they keep pondering, or it keeps affecting their mental health. Avarku definitely now is the time to talk, and they are talking. പിന്നെ തെറപ്പി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ പണ്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടാണ്ട് റെമ്യൂണറേഷൻ ഡിഫറൻസ് അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പക്ഷേ ഐ എം ടെലിങ് യു ലോട്ട് ഓഫ് തിങ്സ് ഹവ് ചേഞ്ച്ഡ്. ലോട്ട് ഓഫ് തിങ്സ് ഹവ് ചേഞ്ച്ഡ്. ഈ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികളും വന്ന് അവരുടേതായ OG ഒറിജിനൽ സീൻ എല്ലാം തുടങ്ങി. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ പെൺകുട്ടികൾ തുറന്ന് ചോദിക്കും എന്നുള്ളതുകൊണ്ട് 2 പ്രാവശ്യം ആലോചിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. കുറച്ചുകൂടി അവെയറായി ഡിസ്കോഴ്സസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ലീഡിംഗ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ഇന്ന് പെൺകുട്ടികളാണ്. മോഹിനി ഡേ, ആസ് യു കെൻ സീ, ഈസ് എ ബേസ് ഗിറ്റാറിസ്റ്റ്, ഷീ ഈസ് ഡൂയിങ് റിയലി വെൽ. ആസ് ഐ സെഡ്, മൈക്കിൾ ജാക്സന്റെ ദിസ് ഇസ് ഇറ്റ് എന്നുള്ളതിൽ ദ ലീഡ് ഗിറ്റാറിസ്റ്റ് വാസ് എ ലേഡി. അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഓർക്കസ്ട്രേഴ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ദർ ആർ സോ മെനി ലേഡീസ് ലൈക്ക് ഓൺ സ്ട്രിങ്സ് ആൻഡ് അതൊക്കെ ഒരുപാട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ബാംഗ്ലൂർ വെച്ച് കണ്ടപ്പോൾ പറയായിരുന്നു, അവിടുത്തെ സ്ട്രിങ് സെക്ഷൻ മുഴുവനും
ചെറിയ കുട്ടികള് വിമൻ ആണ് വന്നിരിക്കുന്നത്. ബിക്കോസ് ദേ കുഡ് നോട്ട് ടേക്ക് ദി ഓൾഡ് പേട്രിയാക്കൽ ദിസ് തിങ്, ദേ മേഡ് എൻ ഓൺസോംബിൾ. അവരെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിളിക്കണേന്ന് പറയായിരുന്നു. അപ്പൊ എല്ലായിടത്തും കാര്യങ്ങൾ മാറി തുടങ്ങി, വിച്ച് ഇസ് വെരി നൈസ്, എക്സ്ട്രീംലി നൈസ്. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ് ഗോസ് ദിസ് വേ. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് സ്പേസസ് VC ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവണതും എല്ലാ സ്ട്രീമിലും മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ഉണ്ടായ ഈ ഒരു ട്രാൻസിഷൻ, ദറ്റ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ആർട്ടിസ്റ്റുകളുടെ ഗ്രോത്തിനെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് എത്രയൊക്കെ ഡ്രോബാക്സ് തോന്നിയിട്ടുണ്ട് ഫോർ യു? ഇത് കുറേ നേരം സംസാരിക്കേണ്ട ഒരു ടോപ്പിക്, എന്നാലും ഞാൻ ചെറുതാക്കി പറയാം. ഒരുപാട് ആർട്ടിസ്റ്റിന് വരാനുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്, അതിലും അധികം ഇൻഫ്ലുവൻസേഴ്സ് വരാൻ ഇതായിട്ടുണ്ട്. ഇതില് നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ഈ ഇൻഫ്ലുവൻസ് എല്ലാം നല്ലതായിക്കൊള്ളുന്നില്ല. അതാണ് ഇതിന്റെ മെയിൻ ഡ്രോബാക്ക്. ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണോ അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയില്ലല്ലോ. അപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് കാരണം ഞാൻ ഐ ജസ്റ്റ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ. ഞാൻ എന്തെങ്കിലും ഇടും, അതിട്ട് കഴിഞ്ഞാൽ ഉടനെ കുറെ എൻ്റെ ഇടയ്ക്ക് കുറെ എന്നെ പറ്റി എന്തൊക്കെയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുള്ളൂ എൻ്റെ താഴെ. പിന്നെ വളരെ സെക്ഷുവൽ ആയിട്ടുള്ള ഡിമീനിങ് ആയിട്ടുള്ള കോമൻസ് വരാൻ തുടങ്ങി. പിന്നെ കുറേ പോർട്ടൽസിൽ നമ്മൾ ചെയ്യണമെന്ന് നോക്കി അതിന് അവരുടേതായ വിവാദവും കാര്യങ്ങളും അവർ തന്നെ ഒരു സ്റ്റോറി മെനഞ്ഞിട്ട് ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോഴാണ് ഓ എൻ്റെ ലൈഫ് ഇങ്ങനെയാണോ എന്ന് ഞാൻ അറിയണം. അതായത് ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ ആ രീതിക്ക് കാണാൻ പറ്റാത്ത ജനങ്ങൾ അത്രയും ജോബ്ലെസ് ആയത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഹാസ് ടേക്കൺ ഓവർ ആസ് എ വോയറിസം. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന ജോബ്ലെസ് ആയിട്ടുള്ള, അതോ ഈ എഴുതുന്നവരുടെ ഒന്നും അക്കൗണ്ട്സ് ഒറിജിനൽ അക്കൗണ്ട്സ് അല്ല, മനസ്സിലായി, ഫേക്ക് ഐഡന്റിറ്റിയുടെ പുറകിൽ നിൽക്കുന്ന. അപ്പോൾ കുറേ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വൺസ് ഐ ലോസ് മൈ ടെമ്പോ. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. അതൊരു 4.5 ലക്ഷം പേര് 2 ദിവസത്തിൽ കണ്ടു. അപ്പോൾ ഉടനെ ചാൾസിനെ വിളിച്ചിട്ട് ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ നമുക്കൊരു പാട്ട് ഇറക്കാം. അല്ലെ, കാരണം പാട്ടിട്ട് കഴിഞ്ഞാൽ ആരും ഇത്രയും ഇതില്ല, ഇതിന്റെ ഒരു പകുതി കാൽഭാഗം പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ പണ്ട് 5 മിനിറ്റ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു, 6-ാം തമ്പുരാന്റെ പാട്ട് 10 മിനിറ്റ് ആയിരുന്നു. ഇതൊക്കെ വളരെ സുഷുപ്തമായിട്ട് ക്ഷമയോടെ കേട്ടോണ്ടിരുന്ന മലയാളികൾക്ക് 3 മിനിറ്റ് പാട്ട് കേൾക്കാനുള്ള ക്ഷമയില്ല. പിന്നെ എന്ത് പാട്ട് ഉണ്ടാക്കാനാ? നിൻ യുഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു പാട്ടുണ്ട്. നിൻ യുഗം വി സെഡ് വി ആർ നോട്ട് ഗോയിങ് ടു ഡു എ ഷോർട്ട് സോങ്, ഇറ്റ് വിൽ ബി എ 5 മിനിറ്റ് സോങ്. അതുപോലത്തെ ബ്രോഡ്വേ എലമെന്റ്സ് ആണ് ചാൾസയിൽ പ്ലേസ് ചെയ്തത്. കേൾക്കണവർ കേട്ടാൽ മതി. 5 മിനിറ്റ് പാട്ട് കേൾക്കാനും ക്ഷമയില്ലാത്തവർ ഈ പാട്ട് കേൾക്കണ്ടെന്നുള്ള രീതിയിൽ തന്നെ അത് ഇറക്കിയത്. ഇപ്പൊ ഹ്യൂസ് എന്താ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും കേൾക്കാനുള്ള ഒരു അറ്റൻഷൻ സ്പാൻ ഇല്ല. ഈ ഇങ്ങനെ എനിക്ക് ആ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ പ്രോഡിജീസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് വൃത്തികേടും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഫൈൻ ലൈനാണ് നമ്മൾ എത്രത്തോളം. ഞാനത് കാരണം പണ്ട് നമ്മളിങ്ങനെ സ്റ്റോറി നോക്കി പോകില്ല, ഇപ്പൊ ഞാൻ അതും നിർത്തി. സ്ക്രോളിങ് സംഭവങ്ങളൊക്കെ വല്ല എന്തെങ്കിലും നടക്കുമ്പോൾ ഇടും. ഇപ്പൊ ഞാൻ എങ്ങാണ്ട് ഒരു ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് എൻ്റെ ഫ്രണ്ടിന്റെ പുതിയ ക്ലോതിങ് ബ്രാൻഡിനാണ് വന്നിരിക്കുന്നത്. അതിന് ഐസോ അത് ഇനിയിപ്പോ കുറച്ച് ദിവസം ഉണ്ട്. I have always been wearing all these. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെ അതിൽ ഒരുപാട് കാണിക്കാറില്ല, അത് കാരണം പീപ്പിൾ ഡോണ്ട് നോ. ഞാൻ വീട്ടിൽ കൂടി ചെറുതിലേ തുടങ്ങി ഞാൻ ഷോർട്സും സ്കേർട്സും ഒക്കെ ഇട്ട് നടക്കുന്ന ആളാണ്. ഇത് ഇവരിപ്പോൾ ഈ നേരത്ത് കാണുന്നതുകൊണ്ട് ഇവർ അപ്പം തന്നെ നമ്മളെ അങ്ങോട്ടായി. പണ്ട് നല്ല വേഷിട്ട് കുട്ടിയാണ്, ഇപ്പൊ തുണിയില്ല. ഞാനിപ്പോ തുണി ഇടുന്നില്ല, നിങ്ങൾക്ക് എന്തിന്റെ കേടാ? നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിരുന്നാ മതി. ഞാൻ മോറൽ പോലീസിംഗും ആങ്ങളമാരും ഏട്ടത്തിമാരും ഇല്ല, വെറും തെറിയാണ്. ഇതൊന്നും നമുക്ക് ചില വാക്കുകളുടെ അർത്ഥം പോലും മനസ്സിലാവാറില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോർട്ടൽസിൽ നിന്ന് വരുന്ന ഒരു വാർത്തയും ഐ ഡോണ്ട് എന്റർടൈൻ. ആരെങ്കിലും അയച്ചു തന്നാൽ തന്നെ തുറക്കാണ്ട് ഞാൻ പറയും ഐ ഡോണ്ട് വാണ്ട് ടു സീ ദിസ്. ഓക്കെ, എന്തോ നിറം മങ്ങാതെ നമ്മൾ നിറം മങ്ങാനായിട്ട് എന്ത് പെയിന്റോ? ഹിലേറിയസ്. നമ്മൾ ഇതിൽ മെന്റലി ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. അല്ലാണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണ. പക്ഷെ എല്ലാവരുടെ അടുത്തും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നീ എന്താ മെന്റലി ഡിറ്റാച്ച് ആകത്തൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ മനസ്സനുസരിച്ചല്ലേ. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അഫക്ട് ചെയ്യുക. എനിക്ക് അന്ന് ദേഷ്യം വന്ന പോലെ തന്നെ വേറൊരു കുട്ടിക്ക് ദേഷ്യം വന്നൂടെ? അല്ലെങ്കിൽ പറഞ്ഞാൽ എല്ലാവരും ഡെഫിനറ്റ്ലി പ്രതികരിക്കണം. റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ
ഭയങ്കര പാടാണ്. പ്രതികരിക്കുന്നവർക്ക് എപ്പോഴും ചീത്തപ്പേരാ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? You have to be careful about your tone. You have to be careful about your dress, your attitude. Why are you looking into my dress? അത് ആർക്കില്ല. എന്തെങ്കിലും സംസാരിക്കുന്നതിൽ സ്റ്റഫ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ എന്താ പറയാ, ആ നീ ഇങ്ങനെ ഹിപ്പോനെ പോലെ ഇരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളാണോ? ആൻഡ് പ്ലസ് ഞാൻ ഒരിക്കലും ഒരു there is a thin line between being modest, being sexy and being vulgar. എനിക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ആ ലൈൻ അറിയാം. അത് it's your perception, my perception. I will dress in my body wherever I am comfortable and I think it is decent enough. ഞാനിടും, നിനക്ക് കാണണമെങ്കിൽ നീ കണ്ണടച്ച് വെക്കുക, അല്ലെങ്കിൽ I don't know. You have enough stuff for your next single to write. ഇല്ല, ഇതിനെ പറ്റി ഞാൻ എഴുതുന്നില്ല. എന്നാലും എൻ്റെ ബാറ്റിൽസ് ഓൺലി ആയിരുന്നു, ഓരോരുത്തരുടെ ബാറ്റിൽസ്. സിംഗിങ് ഇൻ മൂവീസ് വാസ് നോട്ട് ഈസി. അതിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അത് ഓരോന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 2 ദിവസത്തേക്ക് ഇവിടെ അഞ്ജന ഇരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൊതുവെ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താ, ലൈഫ് ഹാസ് ബീൻ വെരി ബ്യൂട്ടിഫുൾ. അത്രേ ഉള്ളൂ. ആൻഡ് വി ആർ ബ്ലെസ്ഡ്. അതെ, അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ. അതാണ് എനിക്ക് അമ്മയച്ഛനും ഞാനും ഇപ്പോഴും പാടാനുള്ള അവസരങ്ങളും ലോകം ചുറ്റാനുള്ള അവസരങ്ങളും എന്ന് ഒരു കംപ്ലൈന്റും ഇല്ല. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് പാടി തരുമോ? പിന്നെന്താ, ഏതാ പാടണ്ടേ? ഏതാ പാടാൻ ഇപ്പൊ തോന്നുന്നേ? ഞാൻ എപ്പോഴും പാടുന്ന പാട്ട് പാടണ്ട, അപ്പൊ വേറെ ഏത് പാട്ട് പാടും? അതിനെ പാടാം. முன்தினம் பார்த்தேனே, பார்த்ததும் தோற்றேனே, செல்லடை கண்ணாக நெஞ்சமும் புண்ணானதே, எத்தனை நாளாக உன்னை நான் பாராமல் எங்குதான் போவேனோ, நாட்களும் வீணானதே, வானத்தில் நீ வெண்ணிலா, ஏக்கத்தில் நான் தெரிவதா, இப்பொழுது என்னோடு வந்தால் என, ஊர் பார்க்க ஒன்றாக சென்றால் என, முன்தினம் பார்த்தேனே, பார்த்ததும் தோற்றேனே, செல்லடை கண்ணாக நெஞ்சமும் புண்ணானதே. So beautiful. Thank you. Exactly like you and your soul. Be like this, keep smiling forever. Thank you, Anjana. Thank you so much for having me. Okay. Thank you from Malabar Journal. Thank you so much.